ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്ന അമ്മമാർക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുള്ളാവും. അപ്പോൾ നോക്കി നിൽക്കേണ്ട, നമ്മളെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ എൻ്റെ മകന് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഈ ബ്രസ്റ്റ് ഫീഡ് സ്റ്റോപ്പ് ആയത്, അത് എങ്ങനെയാണ് ഇതുമായിട്ട് ഇണങ്ങിയത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത്, ജേണിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം ഇതൊക്കെ വളരെ പെട്ടെന്ന് നടന്ന സംഭവമാണ് കേട്ടോ. കഴിഞ്ഞ ഒരു 1 വീക്കിനുള്ളിൽ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ വയ്യാതായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഡോക്ടർ പറഞ്ഞായിരുന്നു സഡനായിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ. ആ ഒരു ഇതിലാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. വന്ന് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ കൊടുക്കാതെ നിർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്നുള്ള സ്റ്റോപ്പ് ചെയ്യലായിരുന്നു. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ അത് പറഞ്ഞ് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്കില്ല മോനെ, അതിൽ വഴി ബ്ലഡ് വരുന്നുണ്ട്, അപ്പോൾ അമ്മയ്ക്ക് പെയിനാണ്, മക്കൾക്ക് തരാൻ പറ്റില്ല, വായിൽ പോവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്തത്. കുട്ടിക്ക് ബ്ലഡ് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടിക്ക് ഭയങ്കരമായിട്ടത് പേടിയായിപ്പോയി. പിന്നെ എൻ്റെ അടുത്ത് വരാതെ പിണങ്ങി കിടക്കുകയും അങ്ങോട്ട് മാറിക്കിടക്കുകയൊക്കെ ചെയ്തപ്പോൾ സത്യം പറയാമല്ലോ ഗൈസ്, ചങ്ക് പൊടിഞ്ഞു പോയി. 2.5 വർഷം ഞാനും ഇവനും തമ്മിലുള്ള ബോണ്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇത്രയും വലിയൊരു സംഭവമായിരുന്നു, അല്ലെങ്കിൽ ഫീഡിങ് അല്ലെങ്കിൽ ഈ പാലിൻ്റെ മാധുര്യം ഇത്രയും നിർത്തുമ്പോൾ ഉള്ള ഇതൊക്കെ ഇത്രയും ഇതായിരുന്നു എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴായിരുന്നു കേട്ടോ ഗൈസ്. 3-4 ദിവസത്തെ ഒരു പരാക്രമണമായിരുന്നു. നല്ല വാശി ഉണ്ടാവും കുഞ്ഞുങ്ങൾ. ഒരുപാടൊക്കെ പറഞ്ഞൊക്കെ മാറ്റാൻ ശ്രമിച്ചാൽ അവർ തപ്പിത്തടയും, അവർ തിരഞ്ഞു വരും, അവരുടെ ഫിംഗറൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് അല്ലേ അവർ ഇങ്ങനെ പരതുമ്പോഴത്തേക്കും നമുക്ക് വിഷമം നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മാനസികമായും ശാരീരികമായും നമ്മൾ വളരെ പ്രയാസപ്പെടുന്ന ഒരു സമയമായിരിക്കും ഇത്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം കുട്ടിയുടെ ഇത് സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്, രാവിലത്തെ ഫീഡിങ് നിർത്തി രാത്രി മാത്രം കൊടുത്ത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇങ്ങനെ സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പം അവർക്ക് താങ്ങാൻ പറ്റില്ല, അതുപോലെ നമുക്കും താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇത് മാത്രമാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്ത സമയത്ത് പാല് കെട്ടി നിൽക്കും. ഇപ്പോൾ വെറ്റിലേക്ക് വെച്ചിട്ടാണ് ഞാനത് നിർത്തിച്ചത്, ആ പെയിനൊക്കെ. അതുപോലെ തന്നെ നമുക്ക് പാലിങ്ങനെ കെട്ടി നിന്ന് നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും. ആ സമയത്ത് പെയിൻ റിലീഫിന് വേണ്ടി ക്യാബേജ് 2ആയിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ബ്രായിൻ്റെ അകത്തായിട്ട് വെച്ച് ഈ പെയിന് നമുക്ക് റിലീഫ് ചെയ്യുക. അതുപോലെ തന്നെ വെറ്റിലയും നല്ലതാണ് കേട്ടോ. ഇതൊക്കെ വെച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 4-5 ദിവസം കഴിഞ്ഞ് ഇപ്പം എൻ്റെ മകൻ ഓക്കെയാണ്. അവനെ ഇതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു. രാത്രിയൊക്കെ എണീറ്റ് കരയുമ്പോൾ വെള്ളമൊക്കെ കൊടുത്ത് ഓക്കെയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. താങ്ക്